ഈ അവസരത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുറെ നാൾ കാത്തിരുന്നിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്. അപ്പം കാരണം ഞങ്ങളൊരു 5.5 വർഷത്തിന് മുകളിലായി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ അത് എൻഗേജ്മെന്റിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി മൊമെന്റ് അല്ലേ. ഇനിയിപ്പോൾ കല്യാണമാണ്. ഞങ്ങൾ ഇതുവരെ കല്യാണത്തിന് ഡേറ്റ് എടുത്തിട്ടില്ല. അതാണ് ഇനി അടുത്തൊരു കാര്യം. ഇപ്പൊ അതിന്റെ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട്. അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ആളൊന്ന് പരിചയപ്പെടുത്താം. എന്നെ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ സിജോ, ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. ഒരു സോഷ്യൽ മീഡിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇത് ലിനു. ഇനിയിപ്പോൾ ലിനു പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്ന ആളാണ്. ഇപ്പൊ എൻഗേജ്മെന്റ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പറയുന്നത്? പറഞ്ഞു പുള്ളിക്കാരിക്ക് പറയാൻ കുറച്ച് മടിയുള്ള ആളാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സോഷ്യൽ മീഡിയ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ പരിചയപ്പെട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പരിചയപ്പെടുന്നത്. അതിന് പരിചയപ്പെട്ട് നല്ല കമ്പനി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അതിനിടയിൽ ഞാൻ പ്രപ്പോസ് ചെയ്യുകയോ അവൾ എന്നെ പ്രപ്പോസ് ചെയ്യുകയോ അങ്ങനെ പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനസ്സിലായ കൂട്ടത്തിൽ ഒരു ഇഷ്ടം തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് ഇഷ്ടം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല. ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഞാനത് ബിവിയിലും പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു പ്രത്യേക സാഹചര്യം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അതൊരു ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അത് ഓപ്പറേറ്റ് വേണം പറയാം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഫണ്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ആ സമയത്ത് അതിന്റെ ഒരു കാര്യം ഞാൻ സംസാരിച്ചിരുന്ന സമയത്ത് ലിനു അത് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിജക്ഷൻ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഞാനത് മനസ്സിലാക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 2 വർഷമാണ്. അപ്പൊ ലിനു അതിന്റെ നെഗറ്റീവ് സൈഡ്സ് എല്ലാം തന്നെ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പുള്ളിക്കാർക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അതാണ് അങ്ങനെയാണ് ആ ഇഷ്ടം ഉണ്ടാകുന്നത്. വിന്റേജ് കാറിലും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അതെല്ലാം പുള്ളിക്കാരുടെ പ്ലാനാണ്. അവർക്ക് ഭയങ്കര കോൺടസ്റ്റഡ് ആളാണ്. ഞാൻ ആദ്യം ഒരു ബ്ലൂ ആയിരുന്നു അല്ലേ, ലൈറ്റ് ബ്ലൂ ആയിരുന്നു. അത് ഇവള് കോൺടസ്റ്റഡ് ആളായതുകൊണ്ടാണ്. നമുക്ക് ഭയങ്കര വിന്റേജ് കാറുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ആളെന്ന് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഭയങ്കര യാത്രകൾ പോകാനൊക്കെ ഇഷ്ടമുള്ള. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടൂ വീലർ ഓടിക്കും, എല്ലാം ഓടിക്കും. കല്യാണം ബുള്ളറ്റ് ഒക്കെ ഉണ്ട്. ഭയങ്കര ക്രൈസ് ഉള്ള ആളാണ്. കല്യാണം ഡേറ്റ് ഫിക്സ് ആക്കി? ഇല്ല ബ്രോ, കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഇതുവരെ. അത് നോക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മളത് പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുക. ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഒരു സപ്പോർട്ട്? അതായത് ഇപ്പം ഞാൻ ബിഗ് ബോസ് പോയപ്പോഴത്തേക്കും നമുക്ക് PR കാര്യങ്ങളൊന്നും എനിക്കില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ലിനുവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എന്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സും ലിനുവായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് ലിനുവാണ്. അപ്പൊ എന്റെ ഏറ്റവും എല്ലാ കാര്യങ്ങളും ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്ന ആ ഒരു 3 മാസ സമയത്തുള്ള എന്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ഈ കുറച്ച് EMI കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിരുന്നത് ലിനുവാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്നതും ലിനുവും നമ്മുടെ വേറൊരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്. 5 വർഷം പ്രണയിച്ചു പറഞ്ഞു. അപ്പൊ ആദ്യം ഈ തുടക്കത്തിലൊക്കെ കെട്ടുന്നവരെ എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് മറ്റേ ഒരു ഇഷ്ടം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ പിന്നെ നമ്മൾ എല്ലാം കഴിക്കും നമുക്ക് തോന്നലുണ്ടായിരുന്നു. കാരണം അങ്ങനെ നമുക്ക് എന്താ എല്ലാം മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുക, ഇഷ്ടം മനസ്സിൽ തോന്നുക. എന്നാലും വലിയ രീതിയിൽ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ടാവും. അത് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴേലും നിർത്തി പോയാൽ മതി എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ നമ്മൾ വഴക്കിടമാനൊക്കെ പറയും. അത് വഴക്ക് നമുക്കറിയാമല്ലോ, അത് വഴക്കിനകത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്ന കാര്യമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ടൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി എന്താണ് ലൈഫ് പ്ലാൻസ് ഒക്കെ മൊത്തത്തിൽ? അല്ല, ഇനിയിപ്പോൾ കല്യാണമാണ് മെയിനായിട്ട്. നമ്മളിപ്പോൾ ഞാൻ ലിനുവിന്റെ വീട്ടിൽ പോയിട്ട് കല്യാണത്തിന്റെ കാര്യങ്ങളൊന്ന്, കാരണം ലിനുവിന്റെ 2 ചേച്ചിമാരും ചേട്ടന്മാരും എന്റെ അടിയന്മാര് സിസ്റ്റേഴ്സാണ്. അപ്പൊ അവര് എല്ലാവരും പുറത്തുള്ള ആൾക്കാരാണ്, പുറത്താണ് അവരെല്ലാവരും. അവർ ലീവ് നോക്കണം. എന്റെ സിസ്റ്ററിന്റെ ഒരു സിസ്റ്ററിന് ഇപ്പോഴും വരാൻ പറ്റിയിട്ടില്ല, എൻഗേജ്മെന്റ് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് വരാൻ വേണ്ടി പറ്റണം. അപ്പോൾ അവളുടെ ലീവ് നോക്കണം. ആ ലീവ് എല്ലാം കൂടെ നോക്കിയിട്ട് നമ്മൾ ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് അന്നത്തേക്കായിരിക്കും മാരേജ് വെക്കുക. ബിഗ് ബോസിലെ കൂട്ടുകാരെല്ലാവരും എത്തിയോ? കുറച്ച് ആൾക്കാർ അസൗകര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ചില ആൾക്കാർ ഇപ്പം നമ്മുടെ അർജുനൊരു ഇനോഗ്രേഷൻ ഉണ്ട്, ശ്രീധുനൊരു ഫംഗ്ഷൻ ഷൂട്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി യമുനേച്ചി വരാനിരുന്നതാണ് രാവിലെ. അപ്പോൾ യമുനേച്ചിക്ക് ഒരു മരണം അത്യാവശ്യം അവിടെ പോകേണ്ടി വന്നു. സുരേഷ് ഏട്ടന് വരാൻ വേണ്ടി പറ്റിയില്ല. പൂജ എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ ഞാൻ ഓപ്പൺ ആക്കിയില്ലത്. അപ്പോൾ എല്ലാവരും ഞാൻ വിളിച്ചിട്ട് വരാൻ പറ്റാത്ത ആൾക്കാരെല്ലാവരും തന്നെ അസൗകര്യം അറിയിച്ചു. പിന്നെ അവർ കല്യാണത്തിന് ഉണ്ടാവുമല്ലോ. നോറ ലേറ്റ് ആയിട്ടാണ് ഫോട്ടോ.